എന്തോന്നാളിയോ ഒരു പ്ലാൻ നിനക്ക് വേണ്ടല്ലേ? അത് ശരി, എന്റെ കാശിന് കള്ളം മേടിച്ചിട്ട് എനിക്ക് വേണ്ടെന്നോ? ഒഴിക്കണം. അല്ല പിന്നെ ഒഴിക്കങ്ങോട്ട്. എന്തുവാടെ ഒരു കള്ള ലക്ഷണം? അത് ജന്മന ഉള്ളതാ സാറേ. വീട്ടിലെല്ലാവർക്കും കാണുമായിരിക്കും. കഷ്ടം. എന്താ സാറേ ഒരു മണം? അത് ഈ ബാത്റൂമിന്റെയാ. എന്തോന്നാടേ ഇവിടെ ഒരു സെറ്റപ്പ്? സാർ ഞങ്ങള് വെറുതെ ഇങ്ങനെ. എങ്ങനെ? സാർ അടിക്കോ? ഏത് പ്രതിയെ കൈ കിട്ടിയാലും ഞാൻ അടിക്കും. അതല്ല സാർ, വെള്ളം അടിക്കുമെന്ന്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എസ് ഐയുടെ മൂത്തൂക്കി ഇങ്ങനെ ചോദിക്കാൻ? റമ്മാണോ? അല്ല സാർ, വിസ്കിയാണോ? അതെ സാർ. എന്നാ വെള്ളം ഒഴിക്കണ്ട. ഒഴിക്കണങ്ങോട്ട്. സാർ, ചെറുതാണോ വലുതാണോ? ചെറുതായിട്ട് ഒരു വലുതൊഴിച്ചോ. അല്പം പോലും വെള്ളം വേണ്ടേ സാർ? വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. Once more. Once more. Once more. ടച്ചിങ്സ് ഒന്നുമില്ല ഇപ്പോഴേ. ഇതൊന്നും എടുത്തു വെക്കാതെയാണോ അടി തുടങ്ങുന്നത്? ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. എന്തിനു പുറകെ ബാത്റൂമില്ലാന്നോ ടച്ചിങ്സ്? നീ കുടിക്കുന്നില്ലേ? ഞാൻ ഒഴിച്ചോളാം. ആ സാറ് വാളും പരിചയം. അയ്യോ അയ്യോ അരവിന്ദനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ വന്നു. എന്താ സാർ? അശ്വതിയെ പറ്റി. അശ്വതിക്ക് എന്ത് പറ്റി സാർ? ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ പറയുന്നത്. ഒരു തെലുങ്ക് സിനിമയിലേക്ക് അശ്വതിയെ കാസ്റ്റ് ചെയ്ത് വരുമെന്ന് അറിഞ്ഞിരിക്കുമല്ലോ. ഇനി എത്രയും പെട്ടെന്ന് അശ്വതിയെ കാണണം, എങ്കിലേ കഥയ്ക്കൊരു ആംബിയൻസ് കിട്ടൂ. എന്താ സാറേ ഈ ആംബിയൻസ്? സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ആംബിയൻസ്. അതായത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം. പറഞ്ഞു വന്ന കാര്യം, അശ്വതിക്ക് തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നീ ഒരു പ്ലാൻ തയ്യാറാക്കണം. അവൾക്ക് കൂടെ വരാൻ സമ്മതമാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോകണം. എന്തിനും ഏതിനും പിന്നിൽ ഞാനുണ്ട്. സാർ, ഞങ്ങൾ സംസാരിച്ചു. ക്ലൈമാക്സ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ. അത് കൊള്ളാം. ഇപ്പോഴാണ് കഥയ്ക്ക് ഒരു ആംബിയൻസ് കിട്ടിയത്. Once more. അയ്യോ സാറിന്റെ ആംബിയൻസ് പോയി.